യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവംബർ 1 മുതൽ ഹെവി വാഹനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കി. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് ഈ തീരുമാനം. KSRTC ബസ്സുകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ഇത് ബാധകമാണ്. ബ്ലൈൻഡ് സ്പോട്ട് മിററിനെ പറ്റി ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, സംസ്ഥാനത്തെ വാഹനങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു സംവിധാനം അത് പുതിയതാണ്. മറ്റ് സ്ഥലങ്ങളിൽ മാത്രം നിലവിലുള്ളതാണ് ഹെവി വാഹനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ സംവിധാനം. അത് നിർബന്ധമാക്കുന്നു. എന്താണ് ഈ സംവിധാനം? കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ്, അപകടങ്ങൾ തലസ്ഥാനത്ത് കൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മോട്ടോർ വാഹന അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ കൊണ്ട് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നൊരു കാര്യമാണ് പറയുന്നത്. നിരവധി അപകടങ്ങളാണ് ദിനം തോറും തലസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ ഒരു അറുതി ഉടൻ തന്നെ വരുത്തണം. ആ ഒരു അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഈ വലിയ വണ്ടികൾ, പിക്കപ്പ് വാനുകൾ പോലുള്ള വലിയ വാഹനങ്ങൾക്കാണ്, ഈ ഒരു ലോറികൾ പോലുള്ള വാഹനങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം സൈഡിലൂടെ വരുന്ന ആളുകളെയും അതുപോലെ തന്നെ മറ്റു വണ്ടികളെയും കാണാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം കൊണ്ടാണ് ഈ അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നൊരു രീതിക്കാണ് ഇപ്പോൾ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ വന്നിരിക്കുന്നത്. നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് ദൃശ്യമാകാൻ സാധിക്കും. നമുക്ക് ഒരു വണ്ടി പുറകിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് തൊട്ടടുത്തൂടെ ആരെങ്കിലും നടന്നു പോകുമ്പോഴും നമുക്ക് അവർക്ക് നേരെ കാണാനും അതുപോലെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം. നവംബർ 1 മുതലാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഇനി വാഹനങ്ങൾ പഠിക്കാനായി എത്തുന്നവർക്കും അതുപോലെ തന്നെ ഫിറ്റ്നസിനായി എത്തുന്ന വാഹനങ്ങൾക്കും ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ നവംബർ 1 മുതൽ നിർബന്ധമാക്കണമെന്നുകൂടി വകുപ്പ് പറയുന്നുണ്ട്. ഈ MVDയും മറ്റ് ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഉപയോഗിക്കേണ്ടത്, മിക്ക ഡ്രൈവർമാർക്കും അതിനുള്ള അറിവുകൾ കുറവാണ്. അതുകൊണ്ട് ഇവർക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനുള്ള ക്ലാസുകൾ കൂടി ഡ്രൈവർമാർക്ക് നൽകുമെന്ന് പറയുന്നു. ശേഷം KSRTC വലിയ വാഹനങ്ങൾക്ക് മാത്രമല്ല KSRTCക്കും അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങൾക്കും ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കും എന്നൊരു കാര്യം കൂടി വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഒരു അപകടങ്ങളിൽ നേരിയ മാറ്റം അല്ലെങ്കിൽ നേരിയ ശമനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലൂടെ വ്യക്തമാക്കുന്നത്. നവംബർ 1 മുതൽ എന്തായാലും ഈ നിയമം നിലവിൽ വരും എന്നാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. വിനോദ്.